ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എഗ് ഫിംഗേഴ്സ് ആണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിംഗേഴ്സ് തയ്യാറാക്കാനായിട്ട് 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ 5 മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് റെഡിയായി. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ ഓയിൽ തടവാണ്. ഇപ്പോൾ ഓയിൽ തടവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അടിയിൽ പിടിക്കരുതല്ലോ. ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി വേവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനാണ് ഞാൻ എടുത്തേക്കണേ. അതിൽ കുറച്ച് ഒരു കടായിയോ അല്ലെങ്കിൽ പാനോ ഇതേപോലെ ഒരു ഷേപ്പുള്ള പാത്രത്തിൽ എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിൽ വെച്ച് വേവിക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഹീറ്റൊക്കെ അടിച്ച് ഇത് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഒരു ലിഡ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പോൾ നല്ല തിക്കായിട്ട് എല്ലാം കറക്റ്റായിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി ഒന്ന് തട്ടിയെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വിട്ടു പോരും, ഓയിൽ തേച്ചതുകൊണ്ടേ. ഇനി ഇതൊന്ന് സ്ക്വയേഴ്സ് ആയിട്ടോ റെക്റ്റാങ്കിൾസ് ആയിട്ടോ എങ്ങനെയാണോ ഒരു നല്ല ഷേപ്പ് കിട്ടുക ഫിംഗേഴ്സ് ആയിട്ട് അതുപോലെ മുറിച്ചെടുക്കണം. ഇപ്പം നമുക്ക് കുറേ പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ മുക്കിയാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ എഗ്ഗ് കോട്ടിങ് കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് റസ്കിൻ്റെ പൗഡർ കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പൊതിഞ്ഞെടുക്കുവാണെന്നുണ്ടെങ്കിൽ ക്രഞ്ചി ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിരിക്കും റസ്ക് പൗഡറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട, നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിരിക്കും. ഇനി ഒരു 1/2 കപ്പ് മൈദയും അതുപോലെ 1/2 കപ്പ് കോൺഫ്ലോറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലൂടെ മുക്കിയാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോണേ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കണേ. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ചേർക്കണമെങ്കിൽ തന്നെ അതൊന്ന് ഇങ്ങനെ വിതറിയിട്ട് അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാമല്ലേ. ഞാനിത് ആദ്യം തന്നെ നമ്മുടെ മൈദ കോൺ മിക്സിൽ മുക്കിയെടുത്തിട്ട് എഗ്ഗിലും കൂടി ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് റസ്ക് പൗഡറിലും കൂടെ പൊതിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന ഒരു ഓയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ഇതിനോടൊപ്പം തന്നെ ഒന്ന് ചൂടാക്കി വെച്ചേക്കും. അപ്പം അതിലേക്ക് നേരെ ഇട്ട് കൊടുക്കാമല്ലോ. ഇത് മൊരിച്ചെടുക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് മൊരിഞ്ഞു പോയാലേ ഇതിൻ്റെ കോട്ടിങ് പോരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒത്തിരി മൊരിക്കരുത്. ഒരു അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കിത് കോരിയെടുക്കണം. 2 സൈഡും നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ ആവുമ്പോൾ തന്നെ എടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണം, അത് വേറെ കാര്യം. അതുപോലെ ഒത്തിരി മൊരിക്കാതെ നോക്കണം, എന്നാലാണ് അതിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ.
ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഞാൻ എല്ലാം കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർത്തേക്കണേന്ന്. പ്രത്യേകിച്ചും നല്ല ക്രിസ്പി ആയിട്ടുള്ള എല്ലാ സ്നാക്സിനും ഇതേപോലൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലൊരു ടൊമാറ്റോ സോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റാണ്. ഇപ്പോൾ അതൊന്നുമില്ല, വെറുതെ ഒരു ടീയുടെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചായയുടെ കൂടെയൊക്കെ ഒന്ന് കഴിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ.